ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ മധുരമുള്ള നാമത്തിൽ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അപ്പന്മാർക്കും ഞങ്ങളുടെ ഫാദേഴ്സ് ഡേ ആശംസകൾ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഒരപ്പന്റെ സ്നേഹമെന്ന് പറയുന്നത് വളരെ സവിശേഷമാണ്. നമ്മുടെ ദൈവം നമ്മുടെ പിതാവാണ് എന്ന് വേദപുസ്തകം പറയുന്നു. അവൻ നമ്മുടെ സ്വന്തം പിതാവായിരിക്കുന്നതിനാൽ അവന്റെ മക്കളായ നമ്മെ അവന് നന്നായി അറിയാം. ഒരു പിതാവിന് തന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ കർത്താവ് തന്നെ ഭയക്കുന്നവരോട് കരുണ കാണിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഇത്രയും സ്നേഹധനനായ ഒരു പിതാവ് നമുക്കുള്ളതുകൊണ്ട് ജീവിതത്തിൽ യാതൊന്നിനും നമ്മൾ തളർന്നു പോകാതെ അവനെ ആശ്രയിച്ച് അവനെ നമുക്ക് പിന്തുടരാം. അവൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ അഭിലാഷങ്ങളും നിറവേറ്റും. വിശ്വാസത്തോടെ ഈ പരിപാടി കാണുക. ഇപ്പോൾ നിങ്ങൾ ഒരപ്പന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ലഘുനാടകം കാണാൻ പോവുകയാണ്. അതിനുശേഷം സഹോദരൻ മോഹൻ സി ലാസറസ് അവർകൾ അപ്പന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രത്യേക സന്ദേശം നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വിശ്വാസത്തോടെ ഈ പരിപാടി കാണുക. കർത്താവ് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. മീന, ഞാൻ ഇറങ്ങുവാണേ. ഏട്ടാ, ഇന്ന് അച്ഛന്റെ പിറന്നാളാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടാവണം. ഞാനൊന്നും മറന്നിട്ടില്ല. പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അല്ലേട്ടാ, അച്ഛൻ എന്താ ഇഷ്ടമെന്ന് പറഞ്ഞാ അതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. ആ, അച്ഛന് മട്ടൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാ. നീ മട്ടൻ ബിരിയാണിയും ചിക്കൻ 65 ഉണ്ടാക്കിയോ? ഓക്കെ, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചേക്കാം. നിങ്ങൾ വൈകുന്നേരം ലേറ്റ് ആക്കാതെ വന്നേക്കണം, കേട്ടല്ലോ? ശരി. വാ മോനെ, സൂക്ഷിച്ചു പോയിട്ട് വരണം, കേട്ടല്ലോ? ബൈ പറ. ബൈ. ഉറപ്പായിട്ടും സാർ, വിചാരിച്ച പോലെ തന്നെ നടക്കും സാർ. ശരി സാർ. ഓ, ആയിക്കോട്ടെ സാർ. ആ, ശരി സാർ. മോനെ, എന്താച്ചാ? ആരോഗ്യസ്ഥിതി കുറച്ച് മോശമാ. ഡോക്ടർ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞു. മോനെ, നീ വരുമ്പോ ഫ്രൂട്ട്സ് വല്ലതും മേടിച്ചോണ്ട് വരുമോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ 10 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ജോലി തിരക്കിൽ ഞാൻ മറന്നു പോച്ചാ. അല്ലെങ്കിൽ തന്നെ ഓഫീസത്തെ പ്രഷർ താങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടെ. മനസ്സിലായി മോനെ. നീ അച്ഛാ, ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് മനസ്സിലാക്ക്. ഏട്ടൻ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയല്ലേ? ഏട്ടാ, സമയായി. നിങ്ങൾ പുറപ്പെടാൻ നോക്ക്. ഈവനിങ് ഫംഗ്ഷൻ ഉണ്ട്, മറക്കരുത്. ശരി, ഞാൻ ഇറങ്ങുവാണേ. അത് മതി. എത്രേ? 200 രൂപ. ഇതാ. മീനെ, എല്ലാം റെഡിയാണോ? ആ, റെഡിയാ. നമുക്ക് തുടങ്ങിയാലോ? ആ, ജോണങ്കിള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന ഉടനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരൂ. നിങ്ങളെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്നാ പിന്നെ തുടങ്ങിയാലോ? വരൂ. ഇത് വാങ്ങിച്ചോളൂ. അല്ല, സാരമല്ല, ഇരിക്കട്ടെ മോനെ. അങ്കിൾ എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. നിങ്ങളിത് വാങ്ങിച്ചാൽ എനിക്ക് എന്റെ അച്ഛൻ വാങ്ങിച്ചതിന് തുല്യ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ഇരിക്കാം. വാ. അങ്കിള്, അച്ഛനിപ്പോ ശരിക്കും സന്തോഷമായി കാണുമല്ലേ? അതെന്താ അങ്കിള് ചിരിച്ചു കളഞ്ഞത്? ജോൺ, നിന്റെ കാര്യം കുഴപ്പമില്ല. നിന്റെ മക്കളൊക്കെ നല്ല നിലയിലായല്ലോ. അവര് നിന്നെ നോക്കിക്കോളൂ അല്ലേ? എന്താടാ ഇങ്ങനൊക്കെ പറയുന്നേ?
എന്റെ മോൻ എപ്പോഴും ജോലിയുടെ ആവശ്യത്തിനായി കറങ്ങുക. എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും അവന് സമയമില്ല. എടാ, അവന്റെ ജോലി അങ്ങനെയുള്ളതാ, എല്ലാം ശരിയാവൂടാ. ശരിയാകുമെന്നുള്ള വിശ്വാസമൊക്കെ പോയിട്ട് കാലം കുറച്ചായടാ. അവൻ എന്റെ ഒരേ ഒരു മോനല്ലടാ. ചെറുപ്പത്തില് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാ. ആ കഷ്ടം അറിയിക്കാതെ ഞാൻ അവനെ നല്ല രീതിയിലാണ് വളർത്തിയത്. എനിക്കറിയാവൂടാ. അവൻ എനിക്ക് കാശ് തരണമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാ മതി. എനിക്കിപ്പോ എന്താ തോന്നുന്നറിയോ? എന്താടാ? വരുൺ വളരാതെ ആ കൊച്ചുകുട്ടിയെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. അതിരിക്കട്ടെ, വരുണിനോട് നീ കാര്യം സംസാരിച്ചിരുന്നു? അതിനൊന്നും അവന് സമയമില്ല. നിനക്കൊരു കാര്യം അറിയോ? ഞാനിപ്പോ വീട്ടിലാണ് കഴിയുന്നതെങ്കിലും ചിലപ്പോഴൊക്കെ എനിക്ക് ഏതോ ഓൾഡ് ഏജ് ഹോമിൽ കഴിയുന്ന പോലെയാ ഫീൽ ആവുന്നത്. മോനെ, ഞാൻ പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് ഇതിലൊന്നും അത്ര വിശ്വാസമില്ല. കാരണം മാതാപിതാക്കളുള്ള സമയത്ത് അവരോട് നിങ്ങൾ സ്നേഹം കാണിക്കണം. ഉള്ളപ്പോ കാണിക്കാത്ത സ്നേഹം ഇല്ലാത്തപ്പോ കാണിച്ച് എന്ത് പ്രയോജനം? നിന്റെ അച്ഛൻ സന്തോഷപ്പെട്ടോന്ന് എന്നോട് ചോദിച്ചില്ലേ നീ? നിന്റെ അച്ഛൻ്റെ അടുത്ത് ഒരു ദിവസമെങ്കിലും നീ ഇത് ചോദിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരു വചനമുണ്ട്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത്. നീ നിന്റെ അച്ഛനെയോ അല്ല അദ്ദേഹത്തിന്റെ വാക്കുകളെയോ അനുസരിച്ചിട്ടുണ്ടോ? വരുൺ, ഇന്ന് സംസ്കാരം, സാമൂഹിക മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് ധാരാളം പേര് മാതാപിതാക്കളെയും ശരി മറ്റുള്ളവരെയും ശരി ബഹുമാനിക്കുന്നതുമില്ല, സ്നേഹം കാണിക്കുന്നതുമില്ല. അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനമാണ്. നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് എങ്ങനെയാണ് നടന്നതെന്ന് നിന്റെ മകൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നീ മറക്കരുത്, മനസ്സിലായോ? ഇപ്പോൾ ഉള്ള ജനറേഷന് നമ്മളൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്നത് കണ്ട് അവര് തന്നെ പഠിക്കുക. അങ്കിൾ, ഞാൻ വിചാരിച്ചു അച്ഛനെല്ലാം കൊണ്ടും ഹാപ്പി ആയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് അച്ഛൻ ഒരിക്കലും സന്തോഷിച്ചിരുന്നില്ലെന്ന്. ഒരു കാര്യം ഉറപ്പാ, അച്ഛൻ എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ അങ്കിൾ? അച്ഛന്റെ സ്നേഹം കടലിലെ വെള്ളം പോലെ, അത് ഒരു കാലത്തും കുറയുകയില്ല, വറ്റത്തുമില്ല. പക്ഷേ അവര് മക്കളോട് കാണിക്കുന്ന ആ ദേഷ്യം കാൽ തടത്തി വീഴുന്ന വെള്ളം പോലെയാ. കുറച്ച് സമയം കഴിഞ്ഞാ ആ വെള്ളവും കാണില്ല, ആ കാൽ തടവും കാണില്ല. ഒരു അച്ഛനായിട്ട് അവന്റെ കടമകളെല്ലാം അവൻ കൃത്യമായിട്ട് ചെയ്തു. പക്ഷേ ഒരു മകൻ എന്ന രീതിയിൽ നീ എന്താ ചെയ്തത്? എനിക്ക് ബൈബിൾ വചനങ്ങളൊന്നും അങ്ങനെ ഒന്നും അറിയില്ല അങ്കിൾ. ഒരു പക്ഷെ എനിക്കിതൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നൊന്നും എനിക്ക് അറിയില്ല അങ്കിൾ. വരുൺ, നീ പറഞ്ഞില്ലേ ഈ ബൈബിളിനെ കുറിച്ചൊന്നും അറിയില്ലെന്ന്? പക്ഷേ നിനക്ക് ഓർമ്മയുണ്ടോ, ഈ ബൈബിള് തന്നെ നിന്റെ അച്ഛൻ നിനക്ക് നൽകുന്ന സമയത്ത് നീ എന്താ ചെയ്തതെന്ന്? മോനെ, ഇതെന്റെ ഫ്രണ്ട് തന്നതാ. ഫ്രണ്ട് തന്നതാണെങ്കിൽ അത് അച്ഛൻ തന്നെ വെച്ചാൽ മതി. എനിക്ക് ഈ ബൈബിളിന്റെ കേബിളിന്റെ ഒന്നും ആവശ്യമില്ല. അച്ഛൻ എന്താ ചെറുമാരി തന്തവൈബ് കാണിക്കുന്നത്? എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോവാൻ നോക്ക്. വരുൺ, ആരെങ്കിലും അച്ഛനെയോ അമ്മയെയോ ദുഷിച്ചാൽ അവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകുമെന്ന് ബൈബിളിൽ ഒരു വചനമുണ്ട്. ഇപ്പോൾ നിന്റെ വിളക്ക് എങ്ങനെയാ ഉള്ളത്? നീ കുറച്ചു നേരത്തിന് മുമ്പ് പറഞ്ഞില്ലേ
നിങ്ങള് എനിക്ക് അച്ഛനെ പോലെയാണെന്ന്. എന്റെ മകൻ എന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ബൈബിളിൽ ഒരു പിതാവ് ഈ ലോകത്തുള്ള എല്ലാവരെയും വളരെയധികം സ്നേഹിച്ചതുകൊണ്ട് അവന്റെ ആ ഏകജാതകനായ പുത്രനെ ചാട്ടകൊണ്ടടിക്കാനും നിനക്ക് വേണ്ടിയും എന്തിന് എല്ലാവർക്കും വേണ്ടിയും അവനെ ക്രൂശിൽ മരിക്കാനും ഏൽപ്പിച്ചു കൊടുത്തു. ഞാൻ ആരെക്കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായോ? യേശുക്രിസ്തുവിനെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഞാനും നിന്റെ അച്ഛനും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴെല്ലാം അദ്ദേഹം നിന്നെക്കുറിച്ച് പറഞ്ഞതാണ് കൂടുതലും. പല സമയങ്ങളിലും നിന്നെക്കുറിച്ച് ഓർത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ അച്ഛൻ അവസാനമായിട്ട് പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന യേശുവിനെ എന്റെ മകനും സൂക്ഷിക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്കിൾ, അപ്പൊ ഞാൻ നിന്നോട് മതം മാറാൻ ഞാൻ പറഞ്ഞില്ല. പക്ഷേ നിന്റെ മനസ്സിൽ ആ യേശു ക്രിസ്തുവിന് ഒരു സ്ഥാനം നൽകാനേ പറഞ്ഞുള്ളൂ. ഒരു മകനെന്ന രീതിയിൽ നിന്റെ അച്ഛന് ഇനി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഒരച്ഛൻ എന്ന രീതിയിൽ ഈ ബൈബിളിന്റെ സഹായത്തോടു കൂടി നിന്റെ മകന് നീ ഒരു നല്ല അച്ഛനായിട്ടിരിക്കാമല്ലോ. വരുൺ, നിന്റെ അച്ഛൻ നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. പക്ഷേ ഇപ്പൊ നീ ആഗ്രഹിക്കുമ്പോ നിന്നോടൊപ്പം ഇരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നിന്റെ അച്ഛനെ നിനക്ക് ബഹുമാനിക്കാനും സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളെ നിനക്ക് ബഹുമാനിക്കാൻ സാധിക്കും. ഇനി തീരുമാനം നിന്റെ കയ്യില. അവന്റെ അടുത്തുനിന്ന് ഞാൻ കാശൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സ്നേഹം മാത്രം കിട്ടിയാൽ മതി. ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ച യേശുവിനെ അവനും വിശ്വസിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അച്ഛാ, സോറി അച്ഛാ. കഴിയാതെ ഏട്ടാ. കരയാതെ മോനെ, കരയാതെ. അച്ഛാ, കരയാതെ അച്ഛാ. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ അച്ഛനെ നോക്കിക്കൊള്ളാം. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹാശംസകൾ. ഇന്നൊരു പ്രത്യേക ദിവസമാണ്. എന്ത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫാദേഴ്സ് ഡേ, വേൾഡ് ഫാദേഴ്സ് ഡേ. പൊതുവെ മദേഴ്സ് ഡേ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മാതൃദിനം, അത് വളരെ പ്രത്യേകതയോടുകൂടി പലരും ആഘോഷിക്കാറുണ്ട്. പക്ഷേ ഫാദേഴ്സ് ഡേ അത്രത്തോളം പ്രത്യേകതയോടെ പലരും ആഘോഷിക്കാറില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പനും അമ്മയും രണ്ടുപേരും സമമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് ജനിക്കുവാനും നമ്മൾ ഈ ലോകത്ത് നല്ലൊരു രീതിയിൽ മുന്നേറി ചെല്ലുന്നതിനും രണ്ടുപേരുടെയും പങ്കാളിത്തമുണ്ട്. അമ്മയുടെ സ്നേഹവും വാത്സല്യവും അവരുടെ പങ്ക് ഒരു വശത്ത്, അപ്പന്റെ പങ്ക് മറുവശത്ത്.
രണ്ടിനും അല്പം വ്യത്യാസമുണ്ട്. ഒരമ്മ എപ്പോഴും ഇപ്പോഴെന്റെ മകൻ നന്നായിരിക്കണമെന്ന് പറഞ്ഞ് നല്ല ഭക്ഷണവും ഡ്രസ്സുമൊക്കെ തന്ന് സന്തോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താറുണ്ട്. അപ്പൻ എങ്ങനെയാണെന്നോ മകൻ ഭാവിയിൽ എങ്ങനെയായിരിക്കണം. ഇപ്പോൾ നന്നായി പഠിച്ചാലല്ലേ ഭാവിയിൽ അവന് നന്നായി ജീവിക്കാൻ പറ്റൂ. ഭാവിയിലെ നന്മയെക്കുറിച്ച് ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൻ. അതുകൊണ്ട് അല്പം കർശനമായി പെരുമാറും. അതിന്നുള്ള പല കുട്ടികൾക്കും ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയാണ് എനിക്കെല്ലാം എന്നാണ് അവർ പറയാറുള്ളത്. പക്ഷേ ഒരപ്പന്റെ സ്നേഹവും ഒരമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് തുല്യം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? പേരൻസ് നമുക്ക് എന്തുമാത്രം നന്മ ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മൾ പ്രത്യുപകാരം ചെയ്യണം എന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നോ? എഫേസ്യർ 6-ാം അധ്യായത്തിലെ 2-3 വചനങ്ങളിൽ നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. യഹോവ എന്താണ് ഇവിടെ പറയുന്നത്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസ്സോടിരിപ്പാനും, ആയുസ് നല്ല ദീർഘമായിരിക്കുന്നതിനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. രണ്ടുപേരെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, കണ്ടോ? അപ്പനും അമ്മയും രണ്ടുപേരും പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഫാദേഴ്സ് ഡേയിൽ നിങ്ങളുടെ അപ്പന്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുക. അദ്ദേഹം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. കുറച്ച് കർശനക്കാരനായിരിക്കും, ശിക്ഷിക്കാറുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു തല്ല് തരാറുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പനെ കാണുന്നത് ചിലർക്ക് വെറുപ്പാണ്. അപ്പനൊരു ദുഷ്ടനാണെന്നാണ് അവരുടെ മനസ്സിലുള്ളത്. അങ്ങനെയൊന്നുമല്ല. യഹോവ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ശിക്ഷിക്കാറുണ്ട്. യഹോവ താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കാറുണ്ടെന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മോട് കർശനമായിട്ട് പെരുമാറുന്നത്. തന്റെ മകൻ തെറ്റായ കൂട്ടുകാരുമായി ചേർന്ന് നശിച്ചു പോകരുതെന്ന് പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെക്കുറിച്ച് കർശനമായി സംസാരിക്കും. നിങ്ങൾ പുറത്തുപോയി എന്തെങ്കിലും തെറ്റ് ചെയ്യരുത്, കുടുങ്ങിപ്പോവരുത് എന്ന് പറഞ്ഞ് പുറത്തെന്തിനാ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, വേഗം വീട്ടിലേക്ക് വാ എന്ന് കർശനമായി പറയും. നീ നന്നായി പഠിച്ച് ഇത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് പറയാൻ കാരണം നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ്. അതാണ് ഒരപ്പന്റെ സ്നേഹം. നമുക്ക് വേണ്ടി അദ്ദേഹം അധ്വാനിച്ച് പാടുപെട്ട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് നമുക്ക് വേണ്ടി പാടുപെടുന്ന ഒരപ്പൻ. നിങ്ങൾ അദ്ദേഹത്തിന് എന്താണ് ചെയ്തത്? നിങ്ങളുടെ അപ്പൻ എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? കാശോ സ്വത്തോ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹം. അപ്പനോട് സ്നേഹത്തോടെ ഒരു വാക്ക്, അടുത്തിരുന്നൽപ്പം സംസാരിക്കുക, വയസ്സുകാലത്ത് അവർക്ക് നല്ലൊരു തണലായിരിക്കുക, അവരെ സഹായിക്കുക. ധാരാളം പേർ വയസ്സായ അപ്പനമ്മമാരെ ഒരു ഭാരമായി കരുതുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തെ എപ്പോഴും സന്തോഷത്തോടെ നോക്കുക. മരിച്ചതിന് ശേഷം പൊട്ടുവെച്ച് പൂമാലയിട്ട് ഡ്രസ്സൊക്കെ വെച്ച് നിങ്ങൾ അദ്ദേഹത്തെ വണങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നത് വരെയും അവരെ സന്തോഷത്തോടെ നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ അവരെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ, നിങ്ങൾ കാരണം അവർ മനോവേദന അനുഭവിച്ചാൽ അതൊരു ശാപമായി തീരും. അതറിയാമോ നിങ്ങൾക്ക്? ധാരാളം കുടുംബങ്ങളിൽ ഈ അപ്പനമ്മമാരുടെ ആ ഒരു മനോവേദന, ശാപം കുടുംബങ്ങളിൽ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് എന്റെ ശുശ്രൂഷാപാതയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വായ തുറന്ന് ശപിക്കാറില്ല, മക്കൾ നന്നായിരിക്കട്ടെ എന്ന് തന്നെ ചിന്തിക്കും. അവർ മക്കളെ ശപിക്കാറേയില്ല. പക്ഷെ ആ മനോവേദനയുണ്ടല്ലോ, അത് ശാപമായി തീരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ അപ്പനെ സന്തോഷത്തോടുകൂടി നോക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടമല്ലാത്ത സ്വഭാവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. നിങ്ങളുടെ മുൻപത്തെ തലമുറയല്ലേ, അതിനനുസരിച്ചുള്ള ചില സ്വഭാവങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം. എങ്കിലും നിങ്ങളുടെ അപ്പനല്ലേ, ആത്മാർത്ഥമായി ക്ഷമിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെങ്കിലും ആ കടമകൾ നിറവേറ്റി അദ്ദേഹം സന്തോഷമായിരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. അതാണ് വളരെ പ്രധാനം. അത് നിങ്ങൾക്ക് ഒരനുഗ്രഹമായിരിക്കും. ഞാൻ കടന്നു വന്ന എന്റെ ശുശ്രൂഷാപാതയിൽ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങൾ എല്ലാവരെയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത്. ചുറ്റുപാട് അങ്ങനെയായിപ്പോയി. എന്റെ അപ്പന് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു.
അമ്മയാണ് ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞങ്ങളുടെ അപ്പനെ വിളിച്ച്, അപ്പൻ എന്തു വേണമെങ്കിലും എന്നോട് ചോദിക്കാം, മറ്റാരോടും ചെന്ന് ചോദിക്കരുത്. അപ്പൻ എന്തു വേണം? അപ്പന് ചിലവിന് കാശ് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പൻ എവിടെയെങ്കിലും പുറത്തു പോകണമെങ്കിലോ വിവാഹത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ എന്നോട് ചോദിക്ക്. അപ്പൻ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം. അപ്പൻ സന്തോഷമായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കും. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. എനിക്കതറിയാം. വളരെ സന്തോഷത്തോടെ ഒരു മകൻ തന്റെ അപ്പൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അത് മനസ്സിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടൊരു മനസമാധാനവും സന്തോഷവുമുണ്ട്. അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ അപ്പനെ നല്ല രീതിയിൽ നോക്കാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. അതിൽ സന്തോഷമുണ്ട്. അതേപോലെ മുൻപ് നടന്നതിനെക്കുറിച്ചൊന്നും പറയരുത്. എന്റെ അപ്പൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ ഒന്നും നന്നായി നോക്കിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളും നിറവുകളും ഉണ്ടാകും. അതൊന്നും കാര്യമാക്കാതെ ഒരു മകനെന്ന രീതിയിൽ അപ്പൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു, അത് ചെയ്യുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണെങ്കിൽ രണ്ടുപേരുടെയും പേരൻസ് പ്രധാനമാണ്. ഒരു ഭർത്താവിന്റെ അപ്പനെ തന്റെ ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഭാര്യ അതിന് തടസ്സം നിൽക്കരുത്. നിങ്ങളുടെ അപ്പനല്ലേ, ചെയ്തോളൂ, സന്തോഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പറയുക. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതേപോലെ തന്നെ തന്റെ ഭാര്യയുടെ അപ്പനാണെങ്കിൽ അതൊക്കെ നിന്റെ ചേട്ടൻ നോക്കിക്കോളും, നമ്മളെന്തിനു നോക്കണം, അവര് നോക്കട്ടെ. ഇങ്ങനത്തെ നിയമമൊന്നുമില്ല കർത്താവിന്റെ സ്നേഹത്തിന് മുന്നിൽ. അതൊക്കെ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. ആൺമക്കൾ വേണം അപ്പനെ നോക്കാനായിട്ടെന്നൊക്കെ. പെൺമക്കൾ തങ്ങളുടെ അപ്പനെ സന്തോഷത്തോടെ നോക്കാൻ ഭർത്താവായ നിങ്ങൾ തടസ്സമായിരിക്കരുത്. അങ്ങനെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കുടുംബത്തിലുള്ള അപ്പൻ എന്ന സ്ഥാനത്തുള്ള വ്യക്തിയെ സന്തോഷത്തോടെ പരിപാലിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾക്കതിൽ തെറ്റുപറ്റിയാൽ അവരുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ കുത്തും, നിങ്ങളെ ചോദ്യം ചെയ്യും. അത് നിങ്ങൾക്ക് പിന്നീടൊരു ശാപമായി തീരും. അതിനിടം കൊടുക്കാതെ അവർക്കെന്താണോ ആവശ്യം അത് ചെയ്യുക. അവരുടെ മനസ്സിനത് സന്തോഷമാകും. അവർ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? കീഴടങ്ങുവിൻ, ഉടനെ ഏറ്റുപറയുക, നാളെയാകട്ടെ എന്ന് മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ പോവുക. അവരടുത്ത് തന്നെയാണെങ്കിൽ യാത്ര ചെയ്തു പോയി അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവരെ സന്തോഷിപ്പിച്ചിട്ട് വരിക. വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ഉടനെ ഫോൺ ചെയ്ത് സംസാരിക്കുക, സുഖം അന്വേഷിക്കുക. അവർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കാവശ്യമുള്ള നന്മകൾ ചെയ്ത് സന്തോഷിപ്പിക്കുക. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ഇതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ അപ്പനാണെങ്കിൽ മരിച്ചുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് വിഷമിക്കുകയാണോ? കർത്താവിന്റെ കാൽക്കൽ വീണ് എന്നോട് ക്ഷമിക്കണേ കർത്താവേ എന്നു പറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച് നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരാം. കർത്താവിനൊരുപക്ഷേ ദയ തോന്നി നിങ്ങളോട് ദയ തോന്നി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്കങ്ങ് തന്നിരിക്കുന്ന മാതാപിതാക്കൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അമ്മയപ്പന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ? ഞങ്ങൾക്കതിൽ വീഴ്ച വന്നു എന്നുള്ളത് മനസ്സിലാക്കി ആരൊക്കെയാണോ മാനസാന്തരപ്പെടുന്നത്, കർത്താവ് അവരോട് ക്ഷമിക്കണേ. അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, എന്റെ അപ്പന്റെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ മകളോട് കരുണ തോന്നേണമേ. ദയവായി ക്ഷമിക്കണേ. തന്റെ അമ്മയപ്പന്മാരെ സന്തോഷിപ്പിക്കാനും ബഹുമാനിപ്പാനും അവർക്കാശ്രയമായിരിക്കാനുള്ള കൃപയെ മക്കൾക്ക് നൽകണമേ. ഈ ദിവസം അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിവസമായി അങ്ങ് മാറ്റിക്കൊടുക്കണേ. ഇന്നേ ദിവസം മുതൽ ഒരു മാറ്റം കണ്ട് അങ്ങയെ സ്തുതിക്കാൻ സഹായിക്കണേ. ഈ കാരണം കൊണ്ടുണ്ടായ ശാപങ്ങളെല്ലാം ഇന്ന് തന്നെ ഈ മക്കളുടെ ജീവിതത്തെ വിട്ടു മാറട്ടെ. അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Navlamavudi, Thoothukudi District, 628-211. Our phone number 04639 353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.